നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മൂന്ന് മഹത്തായ പാഠങ്ങൾ ഭാരതം ലോകത്തിന് നൽകിയിട്ടുണ്ട്. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും, അത് ലോകത്തെ മുഴുവൻ രക്ഷിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ജീവസമൂഹത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും വേണ്ടിയായിരിക്കണം, ഈശ്വരന് അർപ്പിച്ച് ചെയ്യണം. അതാണ് രണ്ടാമത്തെ പാഠം. ഇതിനെയാണ് നമ്മൾ യജ്ഞസങ്കല്പം എന്ന് പറയുന്നത്. എല്ലാം ഒരാത്മാവാണ്, നമ്മളിൽ നിന്ന് അന്യമായി ആരുമില്ല. ഇതാണ് മൂന്നാമത്തെ പാഠം. ഈ മൂന്ന് പാഠങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ഭാരതീയരായി തീരും. ജീവിതത്തിൽ നിത്യമായ ശാന്തിയും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരും. ഇനി ഗുരുവചനം കേൾക്കാം. ക്ഷമയോടെയിരിക്കൂ, ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്കെത്തും. ശ്രീബുദ്ധൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരിയിലെ ശ്ലോകം ചൊല്ലുന്നത് കേൾക്കാം. സ്തോത്രേണാലമഹം പ്രവച്മി നമൃഷ ദേവ വിരിഞ്ചാദയ സ്തുത്യാനാം ഗണനാ പ്രസംഗസമയേ ത്വാമഗ്രഗണ്യം വിദുഃ മാഹാത്മ്യാഗ്രവിചാരണ പ്രകരണേ ധാനാതുഷസ്തോമവത് ധൂതാസ്ത്വാം വിദുരുത്തമോത്തമഫലം ശംഭോ ഭവത്സേവകാഃ. സ്തോത്രേണാലമഹം പ്രവച്മി നമൃഷ ദേവ വിരിഞ്ചാദയ സ്തുത്യാനാം ഗണനാ പ്രസംഗസമയേ ത്വാമഗ്രഗണ്യം വിദുഃ മാഹാത്മ്യാഗ്രവിചാരണ പ്രകരണേ ധാനാതുഷസ്തോമവത് ധൂതാസ്ത്വാം വിദുരുത്തമോത്തമഫലം ശംഭോ ഭവത്സേവകാഃ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതമാണ്. ശ്രീശങ്കര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ അവസാനത്തെ ഭാഗം ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 99-ാം ശ്ലോകം. തുടർന്ന് 100-ാം ശ്ലോകത്തിൽ കൃതി സമാപ്തമാകുന്നു. ഇവിടെ അതിമനോഹര പദാവലികളെ കൊണ്ട് സർവലക്ഷണയുക്തങ്ങളായ അലങ്കാരാദികൾ
പദവിന്യാസക്രമങ്ങൾ, പ്രാസാദി വിഷയങ്ങളെല്ലാം തികഞ്ഞ സ്തോത്രകൃതിയെ താൻ ചെയ്തു. അതിനെ ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു. അഥവാ ഈ കവിതാകന്യകയെ ഗ്രഹിക്കണമേ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഈ സ്തോത്രം യുക്തം തന്നെയാണോ എന്നുള്ള ശങ്ക വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. അതിന് കാരണം അറിഞ്ഞിട്ടാണല്ലോ സ്തുതിക്കുക. സാക്ഷാത് മുമ്പിൽ അറിഞ്ഞുവെങ്കിൽ സ്തുതിക്കാം. ഭഗവത് തത്വജ്ഞാനം അതീവ ദുർലഭം. അതാണ് ബ്രഹ്മാവ്, വിഷ്ണു എന്നിവർ അരയന്നത്തിൻ്റെയും പന്നിയുടെയും രൂപമെടുത്ത് ആകാശത്തിലേക്കും ഭൂമിയിലേക്കും സഞ്ചരിച്ച് വളരെ ശ്രമം ചെയ്തിട്ടുണ്ട് ഭഗവാന്റെ ശിരസ്സും പാദവും ഒന്ന് കാണാൻ വേണ്ടി. അപ്പം ദേവപ്രഥമനായ സൃഷ്ടി കർത്താവായ ബ്രഹ്മാവിനും സർവസ്ഥിതിപാലകനായ വിഷ്ണുവിനും ഭഗവാന്റെ പാദത്തെയും ശിരസിനെയും കാണാൻ തിര്യഗ്രൂപം, മറ്റ് ജന്തുക്കളുടെ രൂപമെടുക്കേണ്ടി വന്നു. അത്രയ്ക്കധികം സഞ്ചരിക്കേണ്ടി വന്നു, കഷ്ടപ്പെടേണ്ടി വന്നു. എന്നിട്ട് ദർശിച്ചോ? അതുമില്ല. അവസാനം അവർ വിനയാന്വിതരായപ്പോഴാണ് ഭഗവത് രൂപം ദർശിക്കാനിടയായത്. അങ്ങനെയുള്ള അവിടുത്തെ രൂപത്തെ എങ്ങനെ ഞാൻ കാണും? കഥം ശംഭോ സ്വാമിൻ കഥയ മമ വേദ്യോസി പുരതഃ. അങ്ങനെയെല്ലാമുള്ള അവിടുന്ന് എനിക്ക് എങ്ങനെയാണ് പുരതഃ വേദ്യഹാസി, പുരതഃ മുമ്പിൽ, എൻ്റെ നേർക്ക്, വേദ്യ അറിയപ്പെടുന്നവൻ അസി ആയിത്തീരുന്നത്? നീ എങ്ങനെ എന്നാൽ അറിയപ്പെടും? അങ്ങനെ വേണ്ടതുപോലെ അറിയപ്പെട്ടാലല്ലേ സ്തോത്രം പൂർണ്ണമാകൂ. അതുകൊണ്ട് ഇത് യുക്തമാണോ അല്ലയോ എന്ന് സംശയിക്കുകയാണ്. ഒപ്പം എങ്ങനെയാണ് ഭഗവാന്റെ ദർശനം, സാക്ഷാത്കാരം സാധിക്കുക എന്നുള്ള വ്യാകുലതയുമാണ്. ഈ രണ്ട് ഭാവങ്ങളും ഈയൊരു 99-ാം ശ്ലോകത്തിൽ നമുക്ക് കാണാം. ഇദം തേ യുക്തം വാ പരമശിവകാരുണ്യജലധേ ഗതൗ തേര്യഗ്രൂപം തവ പദശിരോർദർശനധിയാ ഹരിബ്രഹ്മാണൗ തൗ ദിവി ഭുവി ചരന്തൗ ശ്രമയുതൗ കഥം ശംഭോ സ്വാമിൻ കഥയ മമ വേദ്യോസി പുരതഃ. ഈ ഒരു ചോദ്യത്തിന് ശേഷം 100-ാം ശ്ലോകത്തിൽ ഈയൊരു ലഹരിയെ സമാപിപ്പിക്കുന്നു. നോക്കൂ. സ്തോത്രേണാലമഹം പ്രവച്മി നമൃഷാ ദേവാവിരിഞ്ചാദയ സ്തുത്യാനാം ഗണനാപ്രസംഗസമയേ ത്വാമഗ്രഗണ്യം വിദുഃ മാഹാത്മ്യഗ്രവിചാരണപ്രകരണേ ധാനാസ്തുഷസ്തോമവത് ധൂതാസ്ത്വം വിദുരുത്തമോത്തമഫലം ശംഭോ ഭവസേവകാഃ. ശംഭോ വിളിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു ശം ഭാവയതീതി ശംഭു. ശം സുഖം, ആനന്ദം. സുഖത്തെ, ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ശംഭു. ഹേ ശംഭോ. സ്തോത്രേണാലം മതി. ഈ സ്തോത്രം മതി. സ്തോത്രം കൊണ്ട് മതി. സ്തോത്രേണാലം വെച്ചാൽ സ്തോത്രം കൊണ്ട് മതി. ഈ സ്തോത്രം മതി. രണ്ടർത്ഥമാണ്. ഒരർത്ഥം, ഇങ്ങനെ ദീർഘമായി അനേക പദാവലികളെ സ്തുതിച്ചിട്ട് എന്ത് കാര്യം? ആ ഭഗവത് ദർശനത്തിൽ വിലയിച്ച് വാക്കിനതീതമായ ആനന്ദത്തിൽ വിലയിക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് സ്തോത്രം മതി എന്ന്. മറ്റൊരർത്ഥം, സ്തോത്രേണാലം, ഈ സ്തോത്രം തന്നെ മതി. ഈ സ്തോത്രം മതി. പരമമായ തത്വസാക്ഷാത്കാരത്തിന്, ശിവപ്രീതിക്ക് ഈ സ്തോത്രം മതി. രണ്ടർത്ഥവും അവിടെ ചേരും. സ്തോത്രേണാലം അഹം പ്രവച്മി നമൃഷ. ഞാൻ മൃഷയെ പറയുന്നില്ല, ഞാൻ കള്ളം പറയുന്നില്ല.
ഞാൻ പറയുന്നതെല്ലാം പരമാർത്ഥമാണ്. എന്തെല്ലാം ഇവിടെ അങ്ങയെക്കുറിച്ച് സ്തുതിച്ചുവോ അതെല്ലാം പരമാർത്ഥമാണ്. ന പ്രവച്മി മൃഷ. എന്തുകൊണ്ട്? അങ്ങ് സർവശ്രേഷ്ഠനായതുകൊണ്ട്, അങ്ങ് പരമേശ്വരനായതുകൊണ്ട് ഞാൻ ഈ സ്തോത്രത്തിൽ പറഞ്ഞതെല്ലാം പരമാർത്ഥമാണ് എന്നാണ്. എങ്ങനെ പരമാർത്ഥമാണ് എന്നുള്ളത് തുടർന്നുള്ള വാക്കുകളെ കൊണ്ട് പറയുന്നു. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സൗന്ദര്യ കാഴ്ചകളുടെ മനോഹാരിതയിൽ ഒന്നാണ് എറണാകുളം ജില്ല. കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലെ ചെറായി എന്ന സുന്ദര ഗ്രാമം നമ്മെ സ്വാഗതം ചെയ്യുന്നത് നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ ലോകത്തേക്കു തന്നെയാണ്. കടൽ തിരകളും കായലോളങ്ങളും ഒന്നു ചേർന്ന് ആനന്ദിപ്പിക്കുന്ന ചെറായി ഗ്രാമത്തിന്റെ പുലരികളും സന്ധ്യകളും നിലാരാത്രികളുമൊക്കെ അത്രമേൽ ചൈതന്യമുള്ളതാകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഭക്തിസാന്ദ്രമായ ജീവിതചര്യ കൊണ്ട് തന്നെയാണ്. കഷ്ടമിതെത്രയും കേടു ഞാൻ പറഞ്ഞിട്ടും പ്രകൃതി രമണീയമായ ഈ ദേശത്ത് 17-ാം നൂറ്റാണ്ടിൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു എന്ന് ചരിത്രം പറയുന്ന കേരളത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ രക്തേശ്വരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറായി ശ്രീ രക്തേശ്വരി ദേവി ക്ഷേത്രം. ഒരു കാലത്ത് കുടുംബക്ഷേത്രമായിരുന്ന ക്ഷേത്രം പിൽക്കാലത്ത് ഈ ദേശത്തിന്റെ മുഴുവൻ പരദേവതയായി മാറുകയായിരുന്നു. കടലോളം കനിവുള്ള ദേവീ ചൈതന്യം തന്നെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും നിറഞ്ഞു നിൽക്കുന്നത്. ക്ഷേത്രമുണ്ടായ കാലം മുതൽക്കേയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടുപോകുന്നതിൽ ഈ ഗ്രാമവാസികൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ കാരണം ഉഗ്രരൂപിണിയായ ശ്രീ രക്തേശ്വരി ദേവി ചൈതന്യം കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. യുഗങ്ങൾക്കപ്പുറത്തുള്ള ദേവീചരിതം പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ. അതാത് കാലഘട്ടങ്ങളിൽ തിന്മകളുടെ മേൽ സംഹാരതാണ്ഡവം നടത്തി ലോകരക്ഷയ്ക്കായി നന്മയുടെ പ്രകാശം വിടർത്തുന്ന ദേവീ ചൈതന്യം കാളിയായും ഭദ്രയായും ലക്ഷ്മിയായും ദുർഗയായും ചാമുണ്ടേശ്വരിയായും രക്തേശ്വരിയായും ഒക്കെ നമ്മുടെ മുന്നിൽ അവതരിക്കുന്നു. ശുംഭനിശുംഭാസുരന്മാരുടെ വധത്തിനായിട്ടാണല്ലോ ശിവന്റെ കോപാഗ്നിയിൽ നിന്ന് അവതരിച്ച ദേവി സപ്തമാതാക്കളുടെ രൂപഭാവത്തിൽ അസുരന്മാരോട് ഘോരയുദ്ധം നടത്തിയതും. ശിവനയനത്തിൽ നിന്ന് അവതരിച്ച ദേവി ശുംഭനിശുംഭാസുര വധത്തിനായി സിംഹവാഹനത്തിലേറി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവല്ലോ. തുടർന്ന് ത്രിലോകങ്ങളെയും ഞെട്ടിക്കുമാറ് ഘോരരൂപിണിയായ ദേവി ശുംഭനിശുംഭാസുരന്മാരുടെ സൈന്യാധിപന്മാരുമായും യുദ്ധം ചെയ്ത് ഓരോരുത്തരെയും നിഷ്പ്രയാസം വധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രധാന സൈന്യാധിപന്മാരിൽ ഒരാളായ രക്തബീജാസുരന്റെ വരവ്. ഹിമാലയ സാനുക്കളെ നടുക്കുമാറ് അലറി വിളിച്ചു വരുന്ന രക്തബീജാസുരനെ വധിക്കുക അത്ര എളുപ്പമല്ലേ എന്ന് മനസ്സിലാക്കുന്ന ദേവി അസുരനുമായുള്ള യുദ്ധത്തിനിടയിൽ മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു. അതാണ് രക്തേശ്വരി സങ്കല്പം. വരമൊന്നും വേണ്ടെനിക്കവിടുത്തെ ദർശന ഭാഗ്യം മതി.
അമ്മേ അവിടുത്തെ ദർശനഭാ രക്തബീജാസുരന്റെ ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയൊരസുരൻ ജനിക്കുന്നു. അതുകൊണ്ടാണ് ഈ അസുരന് രക്തബീജാസുരൻ എന്ന പേരുണ്ടാകുന്നത്. കാത്തു അമ്മേ പൂമിഴി നീ തുറക്കാത്തു കഷ്ടമിതെത്രയും ഭൂമിയിലേക്ക് വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ രക്തബീജാസുരന്മാർ ജനിക്കുന്നതുകൊണ്ട് രക്തബീജാസുര വധത്തിനായി യുദ്ധത്തിനിടയിൽ രക്തേശ്വരി ഭാവത്തിൽ അവതരിച്ച ദേവീരൂപം അസുരന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി ചോര പോലും ഭൂമിയിലേക്ക് പതിക്കാതെ പാനം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ദേവിയെ രക്തേശ്വരി സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയത്. അമ്മേ പൂമിഴി നീ തുറക്കാത്തു ശുംഭനിശുംഭാസുരന്മാരെ വധിക്കുന്നതുവരെ നീണ്ടുനിന്ന ഘോരയുദ്ധത്തിൽ ദേവി പിന്നെയും വിവിധ ഭാവങ്ങളിൽ അവതരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ സപ്തമാതാക്കളുടെ അവതാരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സപ്തമാതാക്കളിൽ ഒരാളായ ഉഗ്രരൂപിണിയായ ശ്രീ രക്തേശ്വരി ദേവിയെ തന്നെയാണ് ചെറായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ചെറായി ശ്രീ രക്തേശ്വരി ദേവി ദർശനം സർവപാപമുക്തിക്കും തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള പ്രയാണം നടത്തി കർമ്മവഴികൾ വിശുദ്ധമാക്കുന്നതിനും അത്യുത്തമമാണ് എന്ന് പഴമക്കാർ പറയുന്നു. ഭാരതത്തിൽ തന്നെ വളരെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇവിടുത്തേത്. മഹാത്രിപുരസുന്ദരിയായ ദേവി ഉഗ്രരൂപിണിയായി രക്തവർണമായ കടലിനു മീതെ സിംഹവാഹനത്തിൽ ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ കടലോളം വലുപ്പമുള്ള ദേവി ഈ ദേശക്കാർക്ക് കടലോളം കനിവുള്ള ദേവിയായും മാറുന്നു. ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 17-ാം നൂറ്റാണ്ടിൽ വടക്കേ മലബാറിൽ നിലനിന്ന കരിപ്പത്തില്ലത്തെ കാരണവരാണ് ഈ ദേശത്ത് ദേവിയെ കുടിയിരുത്തിയത്. കാരണവരെ മുത്തപ്പൻ എന്ന വിളിപ്പേരുള്ള ദൈവസങ്കല്പത്തിൽ ക്ഷേത്രമുറ്റത്ത് പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. കരിപ്പത്തില്ലത്തെ കാരണവരായിരിക്കുമ്പോൾ തന്നെ വേദപഠനങ്ങളിലും കളരി അഭ്യാസങ്ങളിലും താന്ത്രിക വിദ്യ പഠിക്കുന്നതിലും അതീവ തൽപരനായിരുന്ന മുത്തപ്പൻ കാരണവർ കരിപ്പത്തില്ലത്തുനിന്നു തന്നെ വേളി കഴിക്കുകയും ചെയ്തു. അന്യനല്ലമ്മേ ഞാൻ നിൻ തനയൻ തന്നെ. ഒരിക്കൽ ഇല്ലത്തു നിന്നും കുടുംബസമേതം യാത്ര തിരിക്കുന്ന മുത്തപ്പൻ ഇല്ലത്ത് കുടിയിരുത്തിയിരുന്ന ശ്രീ രക്തേശ്വരി ദേവി ചൈതന്യത്തെ തന്റെ ഉപാസനാമൂർത്തിയായി ആവാഹിക്കുകയും ചെയ്തു. യാത്ര ചെയ്ത മുത്തപ്പനും കുടുംബവും ഒടുവിൽ എത്തിച്ചേർന്നത് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ചെറായി ഗ്രാമത്തിലായിരുന്നു. ആ കാലത്ത് കാവുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് മുത്തപ്പനും കുടുംബവും തങ്ങളുടെ ഉപാസനാമൂർത്തിയായ ശ്രീ രക്തേശ്വരി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ഈ ദേശത്ത് വാസം തുടങ്ങുകയും ചെയ്യുന്നതോടുകൂടിയാണ് ചെറായി ശ്രീ രക്തേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത്. ദേവിയുടെ അപാര ചൈതന്യം അനുഭവിച്ചറിഞ്ഞ പുളിയാമ്പുള്ളി തമ്പുരാനായിരുന്നു ആ കാലത്തെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിണാമ കാലഘട്ടത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ച കാരണവരായ മുത്തപ്പനെയും ആദ്യമായി ക്ഷേത്രം നിർമ്മിച്ച പുളിയാമ്പുള്ളി തമ്പുരാനെയും മുത്തപ്പൻ കാരണവരുടെ ഗുരുനാഥനെയും ആരാധനാമൂർത്തികളായി ക്ഷേത്രമുറ്റത്ത് പ്രതിഷ്ഠിച്ചു. ഈ 3 ദൈവചൈതന്യങ്ങൾക്ക് മുന്നിലും മറ്റനേകം പൂജകളും നിവേദ്യങ്ങളും നടത്തിവരുന്നു. നേർവഴി കാട്ടണേ എൻ പതനം. ധ്വജപ്രതിഷ്ഠയോടുകൂടി ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം നിർമ്മിച്ചത് ദേശവാസികളും കുടുംബക്കാരും ചേർന്നാണ്. പൗരാണികമായ ക്ഷേത്രസങ്കല്പത്തിൽ തന്നെയാണ് ഒരു പരിധിവരെ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അമ്മേ
അവിടുത്തെ ദർശന ഭാഗ്യം മതി. കാലമിതെത്രയും താണു ഞാൻ തൊഴുതിട്ടും എന്തേ മിഴി തുറക്കാത്തോ? അമ്മേ പൂമിഴി നീ തുറക്കാത്തു. ലോഹത്തിൽ പൊതിഞ്ഞ കൊടിമര ചുവട്ടിൽ ദേവിയുടെ വിവിധ ഭാവങ്ങളുടെ പ്രതിഷ്ഠകൾ കണ്ടു തൊഴാം. തേൻമൊഴി നീ ക്ഷേത്രമുഖപ്പിലൂടെ അകത്തേക്ക് കയറുമ്പോൾ കൽത്തൂണുകളിൽ സ്ഥാപിച്ച നമസ്കാര മണ്ഡപം. നമസ്കാര മണ്ഡപത്തിന്റെ മേൽക്കൂരകളിൽ പൗരാണിക ക്ഷേത്രങ്ങളിലേതെന്നതുപോലെ തടിയിൽ കൊത്തിയ ചിത്രപ്പണികളും കാണാം. നമസ്കാര മണ്ഡപത്തിന് മുന്നിൽ നിന്ന് ശ്രീകോവിലിനുള്ളിലെ ശ്രീ രക്തേശ്വരി ദേവിയെ തൊഴാം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് വളരെയധികം പ്രത്യേകതകളാണ് കാണാൻ കഴിയുന്നത്. ഇരുനിലകളുള്ള ഉയർന്ന ശ്രീകോവിൽ മഹാക്ഷേത്രങ്ങളുടേത് എന്ന പോലെ തോന്നിക്കുന്നു. രക്തേശ്വരി ദർശന പുണ്യത്തിനായി എത്തുന്നവർക്ക് ഉപദൈവങ്ങളായ ഗണപതി ഭഗവാനെയും ധർമ്മശാസ്താവിനെയും വണങ്ങി ദേവിയുടെ പരിവാരമൂർത്തികളായി ക്ഷേത്രകാവിൽ കുടികൊള്ളുന്ന നാഗരാജാവ്, സുന്ദരയക്ഷി, കരുനാഗയക്ഷി എന്നീ ദൈവങ്ങളുടെ ദർശനഭാഗ്യവുമുണ്ട്. മേടമാസത്തിലെ രേവതി നക്ഷത്രം ആറാട്ടോടുകൂടി 7 ദിവസത്തെ ഉത്സവത്തിൽ എല്ലാ വർഷവും കേരളത്തിൽ തന്നെ പ്രശസ്തരായ 5 ഗജവീരന്മാരെ എഴുന്നള്ളിച്ച് ഉത്സവം ഗംഭീരമാക്കുന്നു. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലും മറ്റ് പ്രധാന ആത്മീയ പ്രവർത്തനങ്ങളിലും സ്ത്രീകളുടെ കൂട്ടായ്മ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൽ നിത്യവും ഗുരുതി നിവേദ്യവും ദേവിയുടെയും മുത്തപ്പൻ്റെയും ഇഷ്ടവഴിപാടായ ത്രിമധുരവും നടത്തിവരുന്നു. ഉഗ്രമൂർത്തിയായ ദേവിക്ക് നെയ്പായസം പ്രധാനപ്പെട്ട വഴിപാടാകുമ്പോൾ മുത്തപ്പനും ഗുരുനാഥനും അട നിവേദ്യമാകുന്നു. ദേവിയുടെ സേവകനായ പുളിയാമ്പുള്ളി തമ്പുരാന്റെ ഇഷ്ടനിവേദ്യങ്ങൾ ഇടികലശം, പൊടികലശം, മദ്യം ചേർന്നുള്ള കലശ നിവേദ്യം എന്നിവയാണ്. ക്ഷേത്രമുറ്റം സായാഹ്നങ്ങളുടെ സങ്കീർത്തനങ്ങളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ക്ഷേത്രഗോപുരങ്ങൾക്കപ്പുറം ചുവന്ന സൂര്യൻ സന്ധ്യാമന്ത്രങ്ങൾ ഉരുവിട്ട് ചക്രവാളത്തിലേക്ക് യാത്ര തുടങ്ങുകയായി. സൂര്യന്റെ ചുവന്ന ശോഭയിൽ കടൽ രക്തനിറമാർന്ന് തിരതല്ലുമ്പോൾ ഉഗ്രരൂപിണിയായ ദേവി സിംഹവാഹനപ്പുറത്തേറി ചക്രവാളമാകെ നിറയുകയായി. ക്ഷേത്രമുറ്റത്തെ ആൽത്തറയിൽ ചിരാതുകളിൽ ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്നു. ഇനി ദീപാരാധനാവേളയാണ്. ഭക്തജനങ്ങൾ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ട് ശ്രീകോവിലിനുള്ളിലേക്ക് നടന്നു. ത്രിസന്ധികളിലേക്ക് ഇരുൾ പരക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിലെ മോക്ഷസാഗരമായ ദേവിയിൽ നിന്ന് ഭക്തരുടെ ഉള്ളിലേക്ക് ശാന്തിയുടെ കുളിർക്കാറ്റ് വീശുകയായി. ക്ഷേത്രമണികൾ മുഴങ്ങി. ശ്രീകോവിൽ തുറക്കുമ്പോൾ ശ്രീ രക്തേശ്വരി ദേവിയിൽ നിന്നും കരുണാസാഗരം ഭക്തജനങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകുന്നു. ഇഷ്ടവരദായികേ ശുഭപ്രദേ ഈശാനാഗ്നി ലോചനോത്ഭവേ ശ്രീ കൗശികാദി പൂജിതേ. ദേവീ ചൈതന്യം ഒരു സങ്കീർത്തനം പോലെ സർവചരാചരങ്ങളിലേക്കും നിറയുമ്പോൾ ഭൂമിയും മാനവും സ്വത്വവും മറന്ന് ഭക്തജനങ്ങൾ ആത്മാവിൽ നിന്ന് പരമാത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ തുടങ്ങുകയായി.